ഹലോ ഫ്രണ്ട്സ്, തമ്മലത്തെ ഡെയ്സി ചേച്ചിയുടെ വീടിൻ്റെ വർക്കിൻ്റെ ഫൈനലാണ്. പതിവ് പോലെ ആൻ്റണി ചേട്ടനും ജോസണ്ണനും കണ്ണനുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കട്ടിങ്ങും ഇത് ഫുൾ ഇൻസ്റ്റാളേഷനും ഒക്കെ ആയിരുന്നു. അവർ പറഞ്ഞ അനുസരിച്ച് 2 റൂമും 2 ബാത്റൂമും അറ്റാച്ച്ഡ് 2 ബാത്റൂമും സീലിങ്ങും ആയി നമുക്ക് തന്നിരുന്ന വർക്ക്. അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് പ്രോഗ്രസിങ് വീഡിയോ, അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ ആണ് കാണുന്നത്. പിന്നെ നമുക്ക് അവിടത്തേതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈ പാനൽ നമുക്ക് മുകളിലേക്ക് കയറ്റേണ്ടത്. മൂന്ന് നില ഉണ്ടായിരുന്നു. 3 നിലയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെയർ കേസ് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആയിരുന്നു. ഒരു നാരോ വേ ആയിരുന്നു. അപ്പോൾ അതുവഴി ഈ 9 ഫീറ്റ് വാള് കൊണ്ടുപോകുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ അതെല്ലാം നമ്മളെല്ലാം കയറ്റി പാനലിന് മുകളിൽ കയറി കഴിഞ്ഞു. പിന്നെ ഇവരെല്ലാവരും നല്ല രീതിക്ക് വർക്ക് ചെയ്ത് നമുക്ക് പാനലിലേറ്റ ഹിന്ദിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, കട്ടിങ് ഒരുപാടുണ്ടായിരുന്നു. ഇത്തവണ കട്ടിങ് ഇച്ചിരി കൂടുതലായിരുന്നു. കാരണം നമ്മൾ ടൈൽ കട്ടർ വെച്ചാണ് കട്ട് ചെയ്തത്. അപ്പോൾ 2 സൈഡും മറിച്ചും തിരിച്ചു വിട്ട് കട്ട് ചെയ്തിട്ട് വേണം അത് ഷേപ്പ് ചെയ്തെടുക്കാൻ. എന്നിട്ട് വേണം അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ GI പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാത്രമല്ല, പിന്നെ ജനലൊക്കെ ഇത് GI വെച്ച് ലെവൽ ചെയ്യാനുണ്ടായിരുന്നു. കാണുന്നതാണ് ഈ കാണുന്നത്. ജനൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന മറ്റേ അലൂമിനിയം ഫാബ്രിക്കേറ്റഡ് വർക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പാനലിലാകുമ്പോഴത്തേക്കും വളരെ സിമ്പിളായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഗ്രൈൻഡ് ചെയ്ത് അതിന് നമ്മുടെ ഒരു ചാനലുണ്ട്, സി ചാനൽ വെച്ചിട്ടാണ് അതിൻ്റെ സൈഡ് ഫിനിഷ് ചെയ്യണം. അപ്പോൾ എക്സാക്റ്റ് സ്ക്വയറായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കും. ആ ഫിനിഷ് ചെയ്തതിലേക്ക് അവർ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ചുള്ള രീതിയിലാണ് ഇതിന് ജനലൊക്കെ പണിതിരിക്കുന്നത്. 120-60 ഇതിലൊക്കെ വെച്ചിട്ടാണ് മെഷർമെൻറ്റിലാണ് ജനൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി ഇൻസ്റ്റാളേഷൻ സിമ്പിളായിരിക്കും. പിന്നെ സീലിങ് ഇച്ചിരി പഴയ രീതിയിൽ അവർ സീൽ ചെയ്തിരിക്കുന്ന കാരണം നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു. കാരണം ആൾറെഡി അവർ റൂഫ് ഷീറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് വ്യത്യാസം ഒരു സൈഡിൽ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത് സിമെൻറ്റ് ബോർഡ്, വി ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 6mm വി ബോർഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 3 നില കോൺക്രീറ്റ് ബിൽഡിങ് ചെയ്താണ്. ഇതല്ലാണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും വീഡിയോ ലാസ്റ്റിൽ ഒരു തോപ്പും പൊടി നമ്മളൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വർക്കാണെങ്കിൽ നല്ലൊരു വർക്കായിരുന്നു, നല്ലൊരു റിസ്ക്കുള്ള വർക്കായിരുന്നു. കാരണം 50 വർഷത്തോളം പഴക്കമുള്ളൊരു വീടായിരുന്നു. പഴയ ഇഷ്ടികയൊക്കെ ഇട്ടും കുമ്മായമൊക്കെ വെച്ച് കെട്ടിയിരിക്കണം. അപ്പോൾ ഞാനിതിന് മുമ്പുള്ള വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം, കുറച്ച് റൂം പാർട്ടീഷനും കാര്യങ്ങളൊക്കെ അതും ചെയ്യണമായിരുന്നു. അപ്പോൾ അറ്റ് എ ടൈമിൽ നമുക്ക് 2 വർക്ക് ഒരേ സൈഡ് അടുത്തടുത്തല്ല, തമ്മനോ തോപ്പും പൊടിയായിരുന്നു. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ തോപ്പും പൊടിയിലത്തെ റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേപ്പൊക്കെ പൊളിക്കണമായിരുന്നു. പഴയ തേപ്പായിരുന്നു, കുമ്മായ തേപ്പൊക്കെ ഫുള്ള് പൊളിച്ച് മേസ്തിരിമാരുടെ വർക്കുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ വെൽഡിങ് ഇതിപ്പോൾ വെൽഡിങ് രാത്രിയായപ്പോൾ വൈകുന്നേരമായി വർക്ക് തീരാറായപ്പോൾ ഫൈനൽ സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഇച്ചിരി കൂടി വർക്ക് പെൻഡിങ് ആയിപ്പോയി. കാരണം രാത്രി ആയിക്കഴിയുമ്പോൾ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ലൈറ്റിങ് ഭയങ്കരമായിട്ട് കണ്ടിലടിക്കുമായിരുന്നു. ജോസണ്ണനൊക്കെ പിന്നെ ശീലമാണ്, എന്നാലും അത്യാവശ്യം അവർ നല്ലപോലെ ചെയ്തു. പിന്നെ അത് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, പെൻഡിങ് വർക്ക്. അതോടെ ഇപ്പോൾ ഫൈനൽ സ്റ്റേജായി. പിന്നെ സീലിങ്ങിൻ്റെ കുറച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മൾ സീലിങ്ങിൻ്റെ ടോപ്പ് നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റീസൊക്കെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ കസ്റ്റമർ പറഞ്ഞ് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് ഇപ്പുറത്തെ കൂടി തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മേളിൽ തന്നെ ആയിട്ട് വാട്ടർ ടാങ്ക് സ്ക്വയറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്ക്വയർ ടൈപ്പുള്ള വാട്ടർ ടാങ്കാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ ഈ ഫാനൊക്കെ വെച്ച് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയാണ് ഫുള്ള്. കട്ടിങ്ങിൻ്റെ പൊടിയൊക്കെ നേരെ പുറത്തേക്ക് പോകാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഫാൻ വെച്ചത്. ഇതതിൻ്റെ ഫൈനൽ ഔട്ടാണ്. ഈ കാണുന്ന റൗണ്ട് പൈപ്പൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾറെഡി ഇവർ മേളിൽ സീലിങ് ചെയ്തതിൻ്റെ പൈപ്പാണ്. ഇതിന് നമ്മളൊരു ബോക്സ് പോലെ അത് ആ പൈപ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ആക്കി കൊടുക്കും. പെട്ടെന്നൊന്നും ഉണ്ടായാല, അവരുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇത്രയും ചെയ്ത് ഇനിയുള്ള സ്റ്റേജ് പിന്നീടായിരിക്കും. പ്ലംബിങ്ങും ഇലക്ട്രിക്കലും പെയിൻറ്റിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഇത് ഫുൾ ഫിനിഷ് ചെയ്തൊക്കെ കൊടുക്കാറ്. അപ്പോൾ അവർ പറഞ്ഞ് അവർക്ക് ആൾറെഡി വർക്കേഴ്സ് ഉണ്ട്, പെയിൻറ്റർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തന്നെ
പിന്നീട് ഒരിക്കൽ ചെയ്യിക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ജോയിൻറ്റ് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജോയിൻറ്റ് ഫില്ലിങ് നമ്മൾ പല ടൈപ്പ് രീതിയിൽ ഫില്ല് ചെയ്യാറുണ്ട്. പിന്നെ ഇവരപ്പോൾ ഒരു പിന്നീട് ബഡ്ജറ്റ് ആകുമ്പോൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ തോപ്പുംപടി സൈറ്റിലെ ഇപ്പോഴത്തെ എൻ്റെ വീഡിയോ ആണ്. ഫുള്ള് കവറിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്ക് ജനലും വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ തോപ്പുംപടി സൈറ്റിൻ്റെ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഫുൾ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതാണ്. ഇതാ മേസ്തിരിമാരെല്ലാം തേച്ചതിൻ്റെയൊക്കെയാണ് വീഡിയോ ഫുള്ള്. പിന്നെ പാനലിൽ വെച്ച് അവിടെ 10 അടിയുടെ പാനലാണ് ചെയ്തത്. പിന്നെ ഓടിട്ട വീട്ടിൽ ഇതേപോലെ പാർട്ടീഷൻ ചെയ്യാം. ഈ പാനൽ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പാർട്ടീഷൻ ചെയ്യാം. പിന്നെ കബോർഡ് വർക്ക് അത് ചെയ്യാം. കിച്ചൺ സ്ലാബ് ചെയ്യാം. പിന്നെ ഇതിൽ കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു തോപ്പുംപടിയിൽ. പഴയ വീടായത് കാരണം തേച്ച് ഇതിപ്പോൾ കാണുന്ന വെച്ചാണെങ്കിൽ ബാത്റൂമാണ്. ആ ബാത്റൂം നമ്മൾ പൊളിച്ച് മാറ്റി അത് അവർക്ക് കിച്ചണാക്കി. കിച്ചൺ ഇനി ഓപ്പൺ കിച്ചൺ ആക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേജ് വർക്കുകളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ പാനൽ ചെയ്തതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത്. തോപ്പുംപടി സൈഡിലെ ഫ്രണ്ടിൽ നമ്മൾ GI സ്ട്രക്ചറിൽ തന്നെ ഒരു ജനലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണനൊക്കെ വെൽഡ് ചെയ്തതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫൈനൽ വീഡിയോ ഫുള്ള് കഴിയുമ്പോൾ